കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു വിഭിന്ന സാക്ഷ്യം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് പരിശുദ്ധാത്മ വരുമായിരിക്കും. നമ്മളിപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ ചിഞ്ചു എന്ന് പറഞ്ഞുള്ള അതിരപ്പള്ളിയിലുള്ള ഒരു ST സ്റ്റുഡൻറ്റിനാണ്, ഷെഡ്യൂൾഡ് ട്രൈബ്. അയാളെ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് ഞാൻ ഇങ്ങനെ ഒഫീഷ്യലായിട്ട് പറയുകയല്ല, ആ കുട്ടി തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. ആ രീതിയിലാണ് ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബാണ്, പക്ഷേ എനിക്ക് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. വില്ലേജ് ഓഫീസർ ചെല്ലുമ്പോൾ ഓരോ തരത്തിലുള്ള തകരീടകളെ പറഞ്ഞിട്ട് എനിക്ക് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. അപ്പം ഞാൻ എന്നാ ചെയ്തു, ഞാൻ ഹൈക്കോടതി പോയി. ഹൈക്കോടതി എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഹൈക്കോടതിയിൽ പോവുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. പക്ഷേ ഹൈക്കോടതി തന്ന സർട്ടിഫിക്കറ്റ് PSC അംഗീകരിക്കണില്ല. അതാണ് അവരുടെ പ്രശ്നം, ജോലി പ്രശ്നമാണ്. അവളുടെ ജോലിയിൽ ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്, അവൾക്ക് അഡ്വൈസ് മെമ്മോ വരുന്നില്ല. അതാണ് പ്രശ്നം. ലിസ്റ്റിൽ അവളുടെ പേരുണ്ട്, പക്ഷെ അവൾക്ക് അഡ്വൈസ് മെമ്മോ വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കൃത്യമായ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തഹസിൽദാരോ വില്ലേജ് ഓഫീസറോ കൊടുക്കുന്നില്ല. അവർക്ക് അവരുടെ കാര്യങ്ങളോ നയങ്ങളോ ഉണ്ടാവും, എന്തും ആയിക്കോട്ടെ. ഇവളുടെ ജീവിതം വലയുകയാണ്. അവൾ നേരെ അത് ഹൈക്കോടതി പോകും. ഹൈക്കോടതി പോകുമ്പോൾ ഹൈക്കോടതിൻ്റെ വേറെ അബൌട്ട്സൊക്കെ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഹൈക്കോടതി അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യും, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. പക്ഷേ PSC അത് അംഗീകരിക്കത്തില്ല. അപ്പോൾ അവളെ ചെയ്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ PSC അംഗീകരിക്കാത്ത കാരണം അവർ വീണ്ടും കളക്ടറിൻ്റെ അടുത്ത് പോകും. കളക്ടർ ആ അപേക്ഷ ഇവരുടെ തന്നെ SC/STയുടെ പ്രത്യേക ട്രൈബ്യൂണലുണ്ട്, അതിലേക്ക് വിടും. അവർ വിജിലൻസൊക്കെ വെച്ച് വിഷയം, നിസ്സാര കാര്യമല്ലേ, വിജിലൻസൊക്കെ വെച്ച് വിഷയം അന്വേഷിക്കും. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും സ്പീഡായിട്ട് നല്ല ശരിക്കും ഇതിനോട് ലിസ്റ്റ് ക്യാൻസലാകുന്നുണ്ട്. ഇതിനൊരു ലിസ്റ്റ് ക്യാൻസലാകുന്നു. പക്ഷേ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കാരണം അഡ്വൈസ് മെമ്മോ വന്നിട്ടില്ല. അങ്ങനെയാണ് പ്രശ്നം. പക്ഷേ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് നടക്കുമ്പോൾ ഈ ചിഞ്ചു ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ്? അവളിവിടെ വന്നിട്ട് ഒരു 5 കാശ് രൂപ മേടിച്ച് എടുക്കും വെഞ്ചരിച്ചത്. അപ്പോൾ പരിശുദ്ധ അമ്മ അവളോട് പറയും 10 എണ്ണം മേടിക്കാൻ പറയും. 10 എണ്ണം മേടിക്കാൻ പറയും. ഉടനെ ഇവിടെ 10 കാശ് രൂപ വാങ്ങിക്കും, വെഞ്ചരിച്ച കാശ്. നിങ്ങൾ ആ സാക്ഷ്യം കിടപ്പുണ്ട്, ഇന്നലെ ഇട്ടതാണ്. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യണം? അപ്പോൾ ഞാനിവിടുത്തെ അവളെ കാശ് രൂപ മേടിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചുള്ള എന്നെ അത്രയും വലുതായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നാൻ കാരണം ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഈ സാക്ഷ്യം പറയുമ്പോൾ. പിന്നെ അവൾ പറഞ്ഞത്, ഞാൻ ഈ ഒരു പത്രം കൊടുക്കുമ്പോൾ, ആൾക്കാർക്ക് പത്രം കൊടുക്കുമ്പോൾ, പത്രം എന്ന് പറഞ്ഞാൽ എന്താ, മുഴുവൻ സാക്ഷ്യമല്ലേ. ഈ കാലങ്ങളിൽ ഈ മാസം ഈശോ ചെയ്ത കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്. ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ അത് ഒരു കാശിലും കൂടി വെച്ച് കൊടുക്കും. എന്നിട്ട് ഈശോനെക്കുറിച്ച് പറയും. ഈ കാലഘട്ടങ്ങളിൽ ആരാണ് ഈശോനെക്കുറിച്ച് പറയുന്നത് കേട്ടല്ല, മനസ്സിലായില്ലേ? കാര്യങ്ങളെ പോക്കെ എത്ര പേര് പണി മേടിക്കാൻ പോകണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതായത് ദൈവമൊന്നും, നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ട കൃപ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം അത്രയ്ക്ക് വെടിക്കെട്ടായിട്ടാണ് മറ്റുള്ളവരെ യേശുവിന് വേണ്ടി ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു 10 എണ്ണം മേടിക്കാൻ പറഞ്ഞു. ഞാൻ 10 എണ്ണം മേടിച്ച് ഞാൻ 10 കാശ് രൂപ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. കാശ് രൂപ, ഒരു കാശ് രൂപ കൊടുക്കുന്ന നല്ലൊരു 10 രൂപ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു, എടി അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അത് ഇത്രയും സ്പീഡാണ്. അതെന്തുകൊണ്ടാണ് ചിഞ്ചു ഇത്രയും സ്പീഡായിട്ട് ഈ വരുന്ന സംഭവം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സിൻസിയറാണ് ഈ വിഷയത്തിൽ. നമുക്ക് ഉടമ്പടിയോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ മനോഭാവം സിൻസിയറിറ്റിയാണ്. നമ്മൾ ആ വിഷയം സിൻസിയറായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ദൈവം സീരിയസ് ആവും. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയറാകും. ദൈവം ഓട്ടോമാറ്റിക്കലി സിൻസിയറാണ്, പക്ഷേ വി ഡോണ്ട് ഫീൽ ഇറ്റ്. നമുക്കത് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളതനുസരിച്ച് ഒന്ന് മോഡുലേറ്റ് ചെയ്ത് നോക്കണം, ഒന്ന് ക്രമീകരിക്കണം. 2 കോർഡിനേറ്റ്സ്, ഒന്ന് 20 B പോയിൻ്റാണ് നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ദൈവമഹത്വത്തിന് യേശുക്രിസ്തു വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ആമേൻ എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ വചനം പോലെ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഇതെല്ലാം ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യുത്തരമാണ്. മനസ്സിലായല്ലേ?
ഇതെല്ലാം ഈ ദൈവവചനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ബോധപൂർവം ശ്രമിക്കുമ്പോൾ നമ്മൾ ആമീൻ പറയുകയാണ്. നമ്മൾ എന്തിനാണ് ആമീൻ പറയണത്? ദൈവ മഹത്വത്തിനാണ് ആമീൻ പറയുന്നത്. ഈ മഹത്വം ആണ് നമുക്ക് കൃപയായി നമ്മളിലേക്ക് ചൊരിയണത്. കൃപയുടെ ഹൃദയസ്പന്ദനം എന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചൊരു സബ്ജക്റ്റാണ് കൃപയുടെ ഹൃദയസ്പന്ദനം. നമുക്ക് ഹൃദയം ഇടിക്കണേ കേൾക്കാൻ പറ്റുമല്ലോ അല്ലേ? ഹൃദയം ഇടിക്കേക്കല്ലേ? ഇതുപോലെ ഈ കൃപ ഇങ്ങനെ ഒരു സ്പന്ദനം ചെയ്യണേ കേൾക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ കൃപ നിറയുമ്പോഴേ കൃപ ഇങ്ങനെ സ്പന്ദിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. വിപിൻ്റെ സാക്ഷിയൊക്കെ മനോഹരമാകണത് ആ വഴിക്കാണ്. വിപിൻ്റെ പ്രോബ്ലം എന്താണ്? അരിയറല്ലേ? അരിയറാണ് എന്ന് വെച്ചാൽ 20 സബ്ജക്റ്റല്ലേ അരിയർ വന്നിരിക്കുന്നത് ബിടെക്കുകാരൻ. അപ്പോൾ എന്നെ സംബന്ധിക്കുന്നത് ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴവന് ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. കൃപാസനം പത്രം തന്നെയാണ് മാതാവിൻ്റെ ഏറ്റവും വലിയ സന്ദേശവാഹകൻ. ഒരു മാലാഖിയായിട്ട് വർക്ക് ചെയ്യണതെല്ലാം ഈ കൃപാസനം പത്രമാണ്. ആരോ ഒരു കൃപാസനം പത്രം കൊടുത്തു. അപ്പോൾ അവൻ പറയുന്നുണ്ട് സാക്ഷ്യത. എനിക്ക് ക്രിസ്ത്യൻ ഫെയ്ത്തിനോട് അത്ര അറിയത്തില്ല, എനിക്ക് താല്പര്യമില്ല. ഞാൻ അന്ന് യൂസ്ഡ് അല്ല ക്രിസ്ത്യൻ ഫെയ്ത്ത്, അതുകൊണ്ട് ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. ഒരാഴ്ച അതാണ് പറയുന്നത്, ബിബിൻ പറയുന്നതാണ്, ക്രിസ്ത്യൻ ഫെയ്ത്ത് എനിക്ക് യൂസ്ഡ് അല്ല, അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല, അത് ഞാൻ ചുമ്മാ വാങ്ങിച്ചെന്നേ ഉള്ളത്. പക്ഷേ പിറ്റേ ആഴ്ചയിലും വേറെ ഒരർത്ഥം കൊണ്ടുവന്ന് കൃപാസനം പത്രം കൊടുത്തു. അപ്പം ജസ്റ്റ് നോക്കി, വേറെ ഒരു ദിവസം കൂടി ഒരു പത്രം കൂടി അതിനെ കൊണ്ട് ആരോ കൊണ്ടൊന്ന് കൊടുത്തു. അപ്പോഴും അവൻ ശ്രദ്ധിച്ചു. കണ്ടു നോക്കി, ഒരാളിന് തന്നെ എങ്ങനെയാണ് ഒരാളെ മാതാവ് തൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കണമെന്ന് നോക്കി. നിങ്ങൾ വഴിയാണ് അല്ലേ? നിങ്ങൾ ഓരോരുത്തരും വഴിയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നത്. ബിബിൻ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് നോക്കി. ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ എനിക്കിതിനെ വിശദാംശങ്ങൾ അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ക്യാപ്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പിന്നെ കാലാന്തരത്തിലാണ് ഓരോരോ കാര്യങ്ങൾ നടക്കണ കണ്ടിട്ട് കാര്യങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. അമ്മ എന്നോട് പറഞ്ഞ അവൻ പറയണ പോലെ ചെയ്യണം, അത് ഈശോയുടെ വചനങ്ങൾ അറിയാൻ പാലാത്തത് അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, അതിനുവേണ്ടി നിങ്ങൾ ഈശോൻ്റെ വചനമുള്ള, ഈശോയുടെ പ്രവർത്തനങ്ങളുള്ള, ഈശോയുടെ സാക്ഷ്യമുള്ള, ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളുള്ള പത്രം കൊടുക്കണം. അത്രേ എന്നോട് ആദ്യ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ജനതകൾക്ക് വിശ്വാസം കൈമാറുകയാണ്. ശരിക്കും ജനതകളുടെ വിശ്വാസം കൈമാറണം വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് വിശ്വാസം കൈമാറുന്നത്? ഇതൊരു മതം മാറ്റമല്ല, മറിച്ച് എന്താ സംഭവിക്കണത്? ഇവിടെ ആരെയും ന്യായസ്ഥാനപ്പെടുത്തുക ഒന്നും ചെയ്യണില്ല. എന്താ സംഭവിക്കുന്നത്? ക്രിസ്തു ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും എന്താണ്? ക്രിസ്തുവിൽ അതേ ആണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ലോകത്തിനും മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ വേദന, കണ്ണീര്, സങ്കടം, രോഗം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ജോലി, അങ്ങനെ മുഴുവനും ആധ്യാത്മികവും ഭൗതികവുമായ മുഴുവനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ദൈവം എങ്ങനെ നൽകിയിരിക്കുന്നത്? വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ 8852 വാഗ്ദാനങ്ങളുടെ നിവർത്തിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നമ്മളൊരു ഫീറ്റസായിട്ട് രൂപപ്പെട്ട് വരുന്നത് തൊട്ട് നമ്മുടെ നിത്യത വരെയുള്ള ആത്മീയവും ഭൗതികവുമായ മുഴുവൻ വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ, ഒന്ന് പറഞ്ഞേ, സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന്, ക്രിസ്തു അതേ എന്ന് തന്നെ. അതുകൊണ്ടാണ് ദൈവ മഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമീൻ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജപ്റ്റ് നടപടിയാണ്, അല്ല നിങ്ങൾക്ക് ജോലിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മകൻ പോളണ്ടിൽ പോയി. അവന് അവിടെ അവൻ്റെ അമ്മ ഇവിടെ വന്ന് കണ്ണീരിടുകയാണ്. എന്താണ്? അവന് ഭക്ഷണമില്ലടാ, അവന് ഭക്ഷണമില്ല. അവന് ഭക്ഷണമില്ല എന്ന് വെച്ചാൽ അവൻ്റെ ജോലി പോയി. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോടത് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഞാനത് ആവർത്തിക്കണില്ല. പക്ഷെ അതല്ല, വിത്തിൻ 24 hours എങ്ങനെയാണ് അവൻ പഠിച്ച സബ്ജക്റ്റ് തന്നെ അവന് അപ്പോയിൻമെൻറ്റ് കിട്ടണത് വിദേശ രാജ്യത്ത്? അവൻ്റെ ഒരു രാത്രിയിൽ അവന് ഭക്ഷണമില്ലാതെ ഒരു മുസ്ലിം പള്ളിയുടെ വാതിൽക്ക് കിടന്ന് ഉറങ്ങിയവൻ്റെ ജീവിതം എത്ര പെട്ടെന്നാണ് അമ്മ റീസെറ്റ് ചെയ്യണത്. അതുപോലെ സകല വാഗ്ദാനങ്ങളും
നിന്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള സകല വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞ എന്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കാനുള്ള സകല വാഗ്ദാനങ്ങളും അതേ എന്നുള്ളടക്കം ചെയ്തിരിക്കുന്ന ക്രിസ്തുവിനെ അഭിഷേകമായി സ്വീകരിക്കാൻ അമ്മേ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ, നമുക്ക് വാഗ്ദാനത്തിൻ്റെ സുവിശേഷ പ്രഘോഷണമാണ് അടുത്ത വചനം. ഇതിനോട് ചേർന്ന് വരുന്ന വചനം ഹെബ്രായ ലേഖനം 10:23. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശയേറ്റ് പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇതാണ് ഉടമ്പടി നിർവർത്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? സകല വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ എന്നായതുകൊണ്ട് നമ്മൾ ദൈവമഹത്വത്തിന് അതേ എന്ന് പറയുന്നത് എന്തിനാണ്? വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ എത്രയും വേഗം നിറവേറാൻ വേണ്ടിയുള്ള ദൈവികമായ നടപടികളുടെ സൂത്രവാക്യങ്ങളാണ് ബൈബിൾ വാക്യങ്ങളാണ് വായിക്കുന്നത്. ഇപ്പൊ എന്താ വായിക്കാൻ പോണത്? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇത് ഉടമ്പടി വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ള രണ്ടാമത്തെ എളുപ്പ വഴിയാണത്. എന്താണ്? ഒന്ന്, നമ്മുടെ വാഗ്ദാന ലേഖനം ഏതാണ്? ഹെബ്രായ ലേഖനം. ആരെഴുതിയാണ്? പൗലോസ് അപ്പോസ്തലൻ. എത്രാം വാക്യമാണ്? 10-ാം വാക്യം. എത്രാം വചനമാണ്? 23. എന്താ പറയണത്? നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ എന്ന് പറഞ്ഞേ. എന്താ അവൻ്റെ പ്രത്യേകത? വിശ്വസ്തൻ. അല്ലേ? അതെ. അതിപ്പോൾ 2 തിമോത്തി 2:13 എൻ്റെ ആ വചനം. നാം അവിശ്വസ്തരായിരുന്നാലും ഏറ്റു പറഞ്ഞേ, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പൊ അച്ഛൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ചൊല്ലണ പ്രാർത്ഥന അല്ല, പിന്നെ എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഉടമ്പടിക്ക് വിശ്വാസമല്ല വേണ്ടത്, പിന്നെ എന്താണ്? വിശ്വസ്തതയാണ് വേണ്ടത്. എന്താണ് വിഷയം? വിശ്വസ്തതയാണ് പ്രോബ്ലം വരണത്. ഉടമ്പടിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് അച്ഛൻ്റെ നമുക്കറിയാമല്ലോ. നമുക്ക് വണ്ടിയിൽ പെട്രോൾ ഉപയോഗിക്കുന്നു, വിമാനത്തിൽ ഏവിയേഷൻ ഓയിൽ ഉപയോഗിക്കുന്നു, അല്ലേ? അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വിശ്വാസമാണ്. പക്ഷേ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹെവി ഡ്യൂട്ടിയാണ്, വിപിൻ്റെ പ്രശ്നം ഹെവി ഡ്യൂട്ടിയാണ്. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസം കൊണ്ട് പറ്റത്തില്ല. എന്താ പറ്റണത്? ഇവന് 20 അരിയറല്ലേ ഇല്ലേ? അത് എടുത്താൽ കൂട്ടിപ്പോയാൽ നിങ്ങൾക്ക് തോന്നാം, നിങ്ങൾ ബിയോട്ടിക്കാരുടെ ഇതിനകത്ത് വരുമ്പോണ്ടല്ലോ, നിങ്ങൾ കൂടിപ്പോയി 10 കിട്ടാൻ പറ്റും. ഒരു 10,000 കിട്ടും, 10 കിട്ടും. കഷ്ടപ്പെട്ട് പിടിച്ച 10 കിട്ടുമായിരിക്കും. പിന്നെ 10 എഴുതാൻ വേറെ അടുത്ത സെമസ്റ്റർ നോക്കേണ്ടി വരും. പണിയായിരിക്കും ഇത്, പെട്ടുപോയ പണിയാണ്. പക്ഷെ നീ പെട്ടുപോയാൽ പണിയാകാതിരിക്കാനാണ് നിനക്ക് അമ്മയെ തന്നിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് വിശ്വസ്തത? ഇപ്പോൾ 2 തിമോത്തി 2:13 നമ്മൾ വായിച്ചു. എന്താ വായിച്ചിരിക്കുന്നത്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷേ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. ദൈവം വിശ്വസ്തനാകുന്നത് കൊണ്ടേ എന്താ കാര്യം അറിയാമോ? ഇതിനകത്ത് ഒരു പ്രോബ്ലം അനുഗ്രഹവും, അച്ഛൻ നേരത്തെ പറഞ്ഞൊരു അനുഗ്രഹവും ആ അനുഗ്രഹം അനുഭവിക്കാനുള്ള യോഗ്യതയും 2 വിഷയമാണ്. മനസ്സിലായില്ലേ? അനുഗ്രഹം ഇപ്പം നിങ്ങളൊരു മിഠായി കഴിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ചോറ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയും കൂട്ടി നിങ്ങൾ ചോറുണ്ണാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറി അമ്മ നമുക്ക് വെച്ച് തന്നിട്ടുള്ള പണ്ട് പോലെ നമുക്ക് ടേസ്റ്റ് നമ്മുടെ ബ്രെയിനിൽ സേവ് ചെയ്തതാണ്. രുചിയൊക്കെ ഒരു ഇൻ്റലക്ച്വൽ സങ്കല്പമാണല്ലോ. രുചി അതിൽ തന്നെ രുചിയല്ലല്ലോ, അതൊരു ഇൻ്റലക്ച്വൽ. നമുക്ക് പണ്ട് സേവ് ചെയ്ത സംഭവങ്ങൾ വീണ്ടും കിട്ടുമ്പോൾ സ്വാഭാവിക ബുദ്ധി അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് സ്യൂട്ടബിളായ രീതിയിൽ നമ്മളോട് ബുദ്ധി പ്രതികരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നു, അതാണ് സാധനം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ആ പ്രോസസ്സ് എന്തത്, രുചിയുടെ പ്രോസസ്സ് എന്ത് തന്നെയായാലും പിന്നെ നാക്കിന് രുചി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് രസന എന്ന് പറയുന്ന ഒരു ടേസ്റ്റ് ബഡ്സൊക്കെ ഉണ്ടെങ്കിലും ഇവന് സെൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ രുചി രസം നമുക്ക് നൽകേണ്ടത് ബുദ്ധിയല്ലേ.
ബുദ്ധിയല്ലേ? കാര്യം ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ രസങ്ങൾ സേവിച്ചിരിക്കുന്നത് ബുദ്ധിയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് തലച്ചോറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബുദ്ധിയുടെ ഒരു പ്രക്രിയ. എങ്കിലും ചില സമയത്ത് നമ്മൾക്ക് അമ്മ വെച്ച് തന്നത് തന്നെ ടേസ്റ്റിൽ നമ്മൾ ചിലപ്പോൾ ഊണ് കഴിച്ചാലും നമുക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് വല്ല പനിയോ വല്ലതും ഉള്ളതുകൊണ്ടായിരിക്കും. ഇല്ലേ, മനസ്സിലായില്ലേ? അല്ലേ? പനി വന്നു കഴിഞ്ഞാൽ ആഹാരങ്ങൾക്കൊന്നും രുചി ഉണ്ടാകത്തില്ല. ഇതുപോലെയാണ് വിശ്വസ്തത നമുക്കില്ലെങ്കിലും ദൈവം വിശ്വസ്തനായത് കാരണം നമുക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് തരും, അനുഗ്രഹം കിട്ടും. പക്ഷേ അനുഗ്രഹം കിട്ടണമല്ല പ്രശ്നം, അത് അനുഭവിക്കാനുള്ള യോഗ്യത ഒരു പ്രശ്നമാണ്. ചില ആൾക്കാർ ഈ 50 കൊല്ലം ജോലി എടുത്തിട്ടും അവസാനം കയ്യിലൊന്നും ഇല്ലായിരിക്കണം. എന്തുകൊണ്ടാണ്? 50 കൊല്ലം ജോലി എടുത്തിട്ടില്ലേ? സർക്കാരിൽ 50, 55, 58 വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലില്ല ഒന്നും. അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല പൈസ ഇങ്ങോട്ടൊക്കെ പോയെന്നൊരു പിടിയില്ല, സംരക്ഷണമില്ല അതിന്. നിങ്ങൾ വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ആൾക്കാർക്ക് മിസ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ജോലി, വീട്, വിവാഹം, വസ്തു വിൽപ്പന, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലെ വിജയം, അല്ലെങ്കിൽ നിങ്ങളുടെ PR, അല്ലെങ്കിൽ പ്രൊമോഷൻ, ഇങ്ങനെ ഓരോ ഭൗതികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു അത് പ്രാർത്ഥിക്കാതെ കിട്ടിയല്ലോ, എനിക്ക് പ്രാർത്ഥിച്ച് തന്നെ കിട്ടിയത്. ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ കുറച്ച് എവിടെയെങ്കിലും ലിങ്കൊക്കെ പോകും. പക്ഷേ ലിങ്ക് പോകാത്തൊരു സംഭവമുണ്ട്. എന്താ കാര്യം? നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു സംഭവം മേടിക്കണമെങ്കിൽ, എൻ്റെ അഭിപ്രായം എന്താണെന്നറിയാമോ? എൻ്റെ ഒരു സ്വഭാവത്തിൽ ഞാൻ ഈ കന്നഡ ഇങ്ങനെ ഊരണമെങ്കിൽ പോലും കർത്താവ് കന്നഡ ഊരണമെന്ന് മനസ്സിലെങ്കിലും ഞാൻ പറയും. എന്നുവെച്ചാൽ ഞാൻ സേവ് ചെയ്യും എല്ലാ കാര്യങ്ങളും. ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വലിയൊരു വഴി അതാണ്. നമുക്ക് ചെയ്യാവുന്ന നിസ്സാരമായൊരു കച്ചിത്തുരുമ്പ് പൊക്കണത് പോലും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വിനയപ്പെട്ട് സമർപ്പിക്കണം. ഇത് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സംരക്ഷണത്തിൻ്റെ സൂത്രവാക്യമാണ്. അവർ വെൽത്ത് ആൻഡ് അവർ എബിലിറ്റി മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. ആര് പ്രൊട്ടക്റ്റ് ചെയ്യണം? ആയുധധാരിയായ ബലവാൻ ഭവനത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുവകകൾ സുരക്ഷിതമായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ആയുധധാരിയായ ബലവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ക്രിസ്തുവാണ്. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. എൻ്റെ പേര് വിനോദിനി, സ്ഥലം ഹരിപ്പാടാണ്. ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ്. ഞാനിവിടെ വന്നത് എൻ്റെ ഒരു കൂട്ടുകാരി, ഇവിടുത്തെ വിശ്വാസിയായ ഒരു കൂട്ടുകാരി പറഞ്ഞാണ് ഞാനിവിടെ വന്നത്. പിന്നെ ഞാനൊരു കലാകാരിയാണ്. 32 വർഷമായിട്ട് പ്രൊഫഷണൽ നാടകരംഗത്താണ്. സംഗീത നാടക അക്കാദമിയുടെ മികച്ച നടിക്കുള്ള 2 പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡും POCയുടെ മികച്ച നടിക്കുള്ള അവാർഡും ഒക്കെ കിട്ടിയൊരു കലാകാരിയാണ് ഞാൻ. 200ഓളം പള്ളികളിൽ ഞാൻ നാടകം കളിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് തോന്നാത്ത ഒരു വിശ്വാസമാണ് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ വന്ന് എനിക്കുണ്ടായ അനുഗ്രഹങ്ങൾ. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞതുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എൻ്റെ കോവിഡ് വന്നപ്പോൾ നാടകം, കലാരംഗം എല്ലാം അസ്തമിച്ചു. ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാരണം എൻ്റെ മകൾ MA B.Ed വരെ പഠിച്ചൊരു കുട്ടിയാണ്. എൻ്റെ ഹസ്ബൻഡ് ചെറുപ്പത്തിലേ മരിച്ചു. എനിക്കൊരു മകളേ ഉള്ളൂ. ഞാൻ കലാരംഗത്ത് പോയി കൊണ്ടുവരുന്നത് കൊണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതമാർഗം. അങ്ങനെ കോവിഡ് വന്ന് ജീവിത വഴിമുട്ടിയപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, ഏതൊക്കെ ദൈവത്തിനെ വിളിച്ച് വരുത്തിയിട്ടും ആരും ഒന്ന് കടാക്ഷിക്കുന്നില്ലല്ലോ, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഇവിടെ ഉടമ്പടി എടുത്ത് മാതാവിനെ വിളിച്ചാൽ തീർച്ചയായിട്ടും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരുപാട് പള്ളികളിൽ നാടകം കളിക്കുമ്പോഴും ഒക്കെ അവിടുത്തെ റാസ കഴിയുമ്പോൾ ആ പള്ളിക്കകത്ത് കയറി നിന്നൊന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്നതല്ലാതെ വലിയ വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു. ഇവിടുത്തെ മാതാവ് അമ്മയുടെ അനുഗ്രഹം പറയാതിരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ
ഇവിടെ വന്നു. എൻ്റെ മകൾ ആദ്യം വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. കൃത്യമായ പ്രാർത്ഥനാ രീതി. 4 മണിക്ക് കൃത്യം എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും. 2 മുറിയിൽ ഞങ്ങൾ 2 പേരും ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ചെറിയ മകൻ അവൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കും. എന്നോട് ഞങ്ങളറിയാൻ വൈകിയാൽ തന്നെ ഞങ്ങളെ വിടക്ക് പറയും, അമ്മമ്മേ പ്രാർത്ഥിക്കുന്നില്ലയോ മാതാവിനെ, ദേ മാതാവിനോട് കളിക്കല്ലേ എന്നും പറഞ്ഞ് ഞങ്ങളെ കളിയാക്കും. അവന് വിശ്വാസപ്രമാണവും നർമ്മം നിറഞ്ഞ മറിയവും പിന്നെ സ്വർഗസ്നായ പിതാവേ എല്ലാം കാണാപ്പാടം പഠിച്ച ആ കുട്ടി. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകൾ ട്യൂഷൻ പഠിപ്പിച്ചൊക്കെ ആയിരുന്നു ജീവിതമാർഗ്ഗം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കലാരംഗത്താണ്, നാടകവുമില്ല. അങ്ങനെ മകൾക്ക് എപ്പോഴും ദേഷ്യവും കലിയും സാമ്പത്തിക ബുദ്ധിമുട്ടും ഭർത്താവിൻ്റെ ഡൈവോഴ്സും എല്ലാം കൂടെ ഭയങ്കര പിരിമുറുക്കമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ശാന്തമായ സ്വഭാവമായി എൻ്റെ മകൾക്കും എനിക്കും. ഞങ്ങൾ കണ്ണോടെടുത്ത 2 പേരോട് അടിയായിരുന്നു. അമ്മ മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും തന്നു. ഇന്ന് എൻ്റെ മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എംപ്ലോയ്മെൻറ്റിൻ്റെ 1 വർഷത്തേക്കുള്ള നിയമനം ഉണ്ടായി. ഞങ്ങൾ 2 പേരോട് ആലപ്പുഴ കടപ്പുറത്ത് ഹോസ്പിറ്റലിൽ പോയി ഇൻ്റർവ്യൂ പങ്കെടുത്തു. ഞാൻ പുറത്ത് കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 120 പേരിൽ അവൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അങ്ങനെ അവൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു. ചെറുപ്പം മുതലേ അവിടെ ആഗ്രഹമായിരുന്നു വിദേശത്ത് ജോലി ചെയ്യണമെന്ന്. അങ്ങനെ ഇത് ജോലി ചെയ്ത് 5 മാസമായി കഴിഞ്ഞപ്പോൾ തന്നെ ഖത്തർ എയർവേസിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ ഈ ജോബ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അത് റിസൈൻ ചെയ്തു. അവൾക്ക് വിസ വന്നു ഖത്തർ എയർവേസിലേക്ക്. വിസ വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് വരാൻ താമസിക്കുന്നു. അപ്പം ഞാൻ മാതാവിനൊരു കത്തെഴുതി. കാരണം ഞാൻ എപ്പോഴും ഇവിടുത്തെ അച്ഛൻ്റെ ടോക്കും എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കും. എൻ്റെ ജീവിത രീതി ശൈലിയെ മാറിപ്പോയി. കൃത്യമായ പ്രാർത്ഥന. എവിടെ പോയാലും അരികിൽ വരേണേ സദയം തൊടേണേ, ആ പാട്ടാണ് ഞാൻ എപ്പോഴും പാടുന്നത്. കാരണം സിനിമാ പാട്ട് മൂളിക്കൊണ്ടിരുന്ന ഞാൻ എപ്പോഴും ഇപ്പോൾ ആ പാട്ട്. പിന്നെ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ. ഞാൻ 2 വീലറൊക്കെ ഓടിച്ചുകൊണ്ടിപ്പോൾ എല്ലാവരും ചോദിക്കും വിനോദിനി എന്താ ഈ പാടും. ഞാനിപ്പോൾ സർവ്വമയം മാതാവും ഈശോയും മാത്രമാണ്. എൻ്റെ മരണം വരെ എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഇവിടെ വന്ന് മാതാവിനെ കാണാൻ പറ്റുന്ന ആ കാലം വരെ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഈശോയുടെ വിശ്വാസിയായിരിക്കും. എൻ്റെ മകൾ പോയി ജോലി കയറി ശമ്പളം വന്നു. അതിലൊരു വിഹിതം ഞാൻ അവിടെ ഓഫീസിൽ കൊണ്ടു കൊടുത്തു. ആദ്യം ഫുഡ് സേഫ്റ്റിയിൽ വന്നപ്പോൾ അതിൽ കിട്ടിയ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം എൻ്റെ മാതാവിന് കൊടുത്തു. കഴിഞ്ഞത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ. ഞാൻ എൻ്റെ പുരയുടെ കാറ് കയറുന്ന വഴി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വിറ്റാൽ എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് മേടിച്ച് വീട് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ വിൽക്കാൻ പറ്റുന്നില്ല, വഴിയില്ലാത്ത കാരണം. ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഹരിപ്പാട് പോയപ്പോൾ ബ്രോക്കർ വന്ന് പുരയുടെ എല്ലാം വേറെ വഴി കൂടെ കണ്ടു കഴിഞ്ഞപ്പം എന്നെ വിളിച്ച് അയാൾ ചോദിച്ചു, എടോ ഇയാളുടെ പുരയിടത്തിലെ മണ്ണിന് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമാണല്ലോ എന്ന്. ഞാൻ അന്തം വിട്ടിരുന്നു പോയി. കാരണം ഞാനിതിലെ ഒരുപാട് സാക്ഷ്യങ്ങൾ വായിക്കുമ്പോഴൊക്കെ അതിൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഒരുപാട് പേർക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുമ്പം ഞാൻ മാതാവിനോട് പറയാറുണ്ട്, എനിക്കും അതുപോലൊരവസരം തരണേ മാതാവേ എന്ന്. കാരണം അമ്മയുടെ ഉപ്പും അമ്മയുടെ ലോക്കേറ്റും പുരയിടത്തിൻ്റെ 4 വശവും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഭരതനാട്യം പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അദ്ദേഹത്തിന് കുറേ ഫാമിലി ഇഷ്യൂസ് വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ മാതാവിനെ വന്ന് കണ്ട് ദുഃഖം പറഞ്ഞ് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ഉടമ്പടി എടുത്തു. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിരം വരുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ എന്നോട് ഒരു ദിവസം രാത്രി 8 മണിക്ക് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ മാതാവിൻ്റെ കാര്യം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുറി നിറച്ച് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം, അന്നേരം വിടരുന്ന മുല്ലമൊട്ടിൻ്റെ സുഗന്ധമാണ്. ഒരു 5 മിനിറ്റ്. കാരണം എൻ്റെ ഒരു കുഞ്ഞു മോൻ, മകളുടെ കുഞ്ഞ് ഞാൻ മാത്രമേ ഉള്ളൂ. അവൻ ഉറങ്ങി. എനിക്ക് ഒരു ചെറിയ ഭയവുമുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. 5 മിനിറ്റ് ചെന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹരികുമാറേ എന്തോരം മുല്ലപ്പൂവിൻ്റെ സുഗന്ധമാടോ ഇത്. അപ്പോൾ പറഞ്ഞു മാതാവുണ്ട്, തനിക്ക് കൂട്ടിന് മാതാവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരിചയപ്പെടുത്തിയ എല്ലാവർക്കും മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ, അത് പറഞ്ഞാൽ തീരത്തില്ല, അതുപോലത്തെ അനുഗ്രഹങ്ങളാണ്. അമ്മയുടെ പത്രം ഞാൻ കൊണ്ടുവയ്ക്കും. അപ്പം ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ സ്റ്റാറാണ്, കലാകാരി ആയതുകൊണ്ട്. അപ്പം ഞാൻ പത്രമായിട്ട് നടക്കുമ്പോൾ ഒരുപാട് പേരെ എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. ആക്ഷേപിച്ച 1-2 പേര് തിരിച്ച് വിളിച്ച് എന്നോട് പറഞ്ഞു, നീ വിശ്വസിക്കുന്ന നിൻ്റെ മാതാവിനോട് ഞങ്ങളുടെ കാര്യം കൂടെ പറയുമോ എന്ന് ചോദിക്കും. അത് ഞാനൊന്ന് പ്രതീക്ഷിച്ചത്, അതുപോലെ തന്നെ സംഭവിച്ചു. എൻ്റെ മാതാവ് ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ അച്ഛന് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ മാതാവിനോടും കർത്താവിനോടും പറയുന്നു. ഇവിടെ വന്നിരിക്കുന്ന മാതാവിൻ്റെ അനുഗ്രഹം തേടി വന്ന എല്ലാവർക്കും ഈശോയുടെ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.